പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും പക്ഷേ പോകൂല പോകൂല. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ഷോയ്ക്ക് വേണ്ടി ഞാനൊരു വിഷയം തിരഞ്ഞെടുക്കുന്നത് ഒരു കാരണമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഒരു ഭാഗത്തിലൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ബോർഡ് കണ്ടു, കല്യാണ മുടക്കികളെ കൈകാര്യം ചെയ്യുന്നതാണ്. കല്യാണ മുടക്കികളെ കൈകാര്യം ചെയ്യുന്നതാണ്. ആ ബോർഡ് കണ്ട് ഞാനൊന്ന് ചെറുതായി ചിരിച്ചു. പക്ഷെ വളരെ വലിയൊരു ഫാക്റ്റാണത്. കൈകാര്യം ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ഇത് എല്ലായിടത്തും ഇങ്ങനെ കുറേ ആളുകളുണ്ട്. സ്വന്തം മക്കളെ കല്യാണം നടത്തിയില്ലെങ്കിൽ ആരാൻ്റെ മക്കളെ കല്യാണം നടത്തിക്കൂല എന്നായിരിക്കും വാക്കുകൊടുത്തു പോലെയാണ് ഇവരുടെ പ്രകടനം. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ആരെങ്കിലും പെണ്ണ് വന്ന് കണ്ടാൽ കഷ്ടപ്പെട്ട് കയ്യിലില്ലാത്ത പൈസ ചിലവാക്കി അവൻ്റെ വീട്ടിൽ പോയിട്ട് ആ പെണ്ണ് ശരിയല്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും. എന്താണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇതിലൂടെ കിട്ടുന്ന സന്തോഷം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഭൂരിഭാഗം കേസിൽ ഞാനിത് ചെറുപ്പം മുതലേ നമ്മൾ പല പല രീതിയിൽ ഇത് കേട്ടുപരിചയമുള്ളതാണ്. രണ്ട് രീതിയിലാണ് ഈ കല്യാണം മുടക്കാൻ അവർ നോക്കുന്നത്. ഒന്ന്, ആ പെൺകുട്ടിയുടെ സ്വഭാവം ശരിയല്ല. പണ്ട് കാലത്ത് അത് 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ആരോ പ്രേമിച്ചിരുന്നു, പ്ലസ് 2 പഠിക്കുമ്പോൾ ആരോ കൂടെ ഒളിച്ചോടിപ്പോയിരുന്നു, ഇങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. അതല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ട് അമ്മയൊക്കെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അമ്മ രാക്ഷസിയാണ്, അല്ലെങ്കിൽ അമ്മയുടെ സ്വഭാവം ഭയങ്കര ബോറാണ്, അമ്മ 10 ആളെ കൂടെ നടന്നു പോയി എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഇവരുടെ കഥ പോകുന്നത്. അധികം കുട്ടിയുടെ അച്ഛനെ പറഞ്ഞിട്ടോ കുട്ടിയുടെ ആങ്ങളെ പറഞ്ഞുകൊണ്ടോ ചെയ്യാറില്ല. ഇപ്പോൾ സ്ത്രീ വിഷയത്തിലോ ആ രീതിയിൽ പ്രേമകാര്യത്തിലൊക്കെയാണ് ഈ കല്യാണ മുടക്കികളുടെ ഒരു ട്രെൻഡെന്ന് തോന്നുന്നു. പക്ഷേ ഇതിലൂടെ ഇവർക്ക് എന്ത് തരത്തിലുള്ള സന്തോഷമാണ് കിട്ടുന്നത് മനസ്സിലാകുന്നില്ല. കാരണം സ്വന്തം വീട്ടിലും അവനവൻ്റെ മക്കളുണ്ട്, അവരുടെ പെങ്ങളുണ്ട്, അവരുടെ അമ്മയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സത്യമാണെന്നിരിക്കെ ആരാൻ്റെ വീട്ടിലെ കല്യാണം മുടക്കി അടങ്ങുമെന്ന് വാശി പിടിക്കുകയാണ്. എൻ്റെ പരിചയത്തിലുള്ളൊരു കേസ് ഞാൻ മുമ്പുണ്ടായിരുന്നു, ഞാൻ പറയുന്നു. ഒരു സ്ത്രീ കുറച്ചൊരു അവധസഞ്ചാരം ഉണ്ടായിരുന്നു, പിന്നീട് അതെല്ലാം മാറി ഒരു ഭർത്താവുമായിട്ട് സമാധാനമായി ജീവിച്ചു. അവരുടെ ഒരു മോളുണ്ട്, മോള് നന്നായി പഠിക്കുന്നൊരു കുട്ടിയൊക്കെയാണ്, ഒരു ജോലിയുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടിയെ കല്യാണം നോക്കാൻ വരുമ്പോൾ ഈ കല്യാണം മുടക്കികൾക്ക് വളരെ എളുപ്പമുണ്ട്. എങ്ങനെ പോയാലും ആ പെൺകുട്ടി ആരെങ്കിലും കല്യാണം വന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ ഉടനെ അവർ ചെന്നിട്ട് പറയും, അയ്യോ ആ പെൺകുട്ടി ഒന്ന് കല്യാണം കഴിച്ചേക്കരുത് കേട്ടോ, കുട്ടിയുടെ അമ്മയെക്കുറിച്ച് അമ്മയുടെ പേര് പറയും, നിങ്ങൾ ആ സ്ത്രീയുടെ പേര് പറഞ്ഞാൽ മതി, ആരും പറഞ്ഞു തരും. ഇത് പണ്ട് ആ സ്ത്രീ ഒന്നും അങ്ങനെ നടന്നു വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല, അത് പറയുകയില്ല. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അതിനൊരു വളരെ ഒരു ലോജിക്കിന് അനുസരിച്ചിട്ടുള്ളൊരു ഡയലോഗ് കൂടി ആകുമ്പോൾ ആളുകൾ ജസ്റ്റ് കേൾക്കുകയും അയ്യോ ഇങ്ങനെ ഒരു വീട്ടിൽ നോക്കിയാണോ പെണ്ണെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ കല്യാണം മുടക്കുന്നു. ഇങ്ങനെ അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്ന കുറേ ആളുകളുണ്ട്. ഒരു പണിയും ഇവർക്കില്ല എന്നുള്ളതാണ് സത്യം. വ്യക്തിപരമായിട്ട് എൻ്റെ ഇതിൽ നോക്കി നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ വേണ്ടാത്ത ഓരോ കമൻസൊക്കെ എഴുതാം, ഇതൊക്കെ ആർക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ ഓരോ ഫിലിമിൻ്റെ ഡയലോഗ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 5 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്റ് എടുക്കാനുള്ള വിവരമുണ്ടോ ബൈ? നിങ്ങൾ 2 മണിക്കൂർ 40 മിനിറ്റിൻ്റെ സിനിമ എടുക്കണ്ട, 5 മിനിറ്റ് ഡോക്യുമെൻ്റ് എടുക്കാനുള്ള കഴിവുണ്ടോ? ഇയാൾക്കതില്ല. ഈ 5 മിനിറ്റിൻ്റെ ഡോക്യുമെൻ്ററി പോലും എടുക്കാൻ കഴിവില്ലാത്ത ഇവർ മറ്റുള്ളവർ ഉപദേശിക്കുന്നതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഒരു തരം അസൂയാണ്. കേരളത്തിലെ പ്രമുഖനായ ഒരു ഗായകൻ കോഴിക്കോട് പോയിട്ട് പാടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം എങ്ങനെ പാടിയാലും സിനിമയിൽ പാടുന്നൊക്കെ ഓക്കെയാണ്. അതേസമയം അദ്ദേഹം ലൈവിലൊരു സോങ് പാടുകയാണെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് ഇത് പാടിയത് ഇങ്ങനെയല്ല, സംഗീതം അങ്ങനെയല്ല, ഇവർ വേണമെങ്കിൽ ലോകത്തെ ആരെയും സംഗീതം പഠിപ്പിക്കും, ഇവരാരെയും പാട്ട് പഠിപ്പിക്കും, ഇവരാര് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ നമ്മളാര് ഇത്രയൊക്കെ വിമർശിക്കാൻ നമുക്ക് എന്താണ്? എന്തിനേയും മലയാളികളുടെ ഒരു വിഭാഗം, എല്ലാവരും ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ആളുകൾക്ക് കൂടുതൽ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാനും ചെറുതായിട്ട് പാര വയ്ക്കാനും സ്വന്തമായി കുറച്ച് അസൂയും കുറച്ച് കൂടുതലാണെന്ന് ഞാൻ പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരുത്തൻ കമൻറ്റ് ഇട്ടതാണ്, അയ്യോ എൻ്റെ 5 മിനിറ്റ് പോയേ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ 48 സോങ്ങാണ് യൂട്യൂബിലുള്ളത്. ഈ 48 സോങ്ങിന് ഇവൻ എഴുതിയിട്ടുണ്ട് എൻ്റെ 5 മിനിറ്റ് പോയെന്ന്. ഒരുത്തൻ അബദ്ധം ഒരു തവണയെ പറ്റുള്ളൂ, 48 തവണ ഒരുത്തന്നെ അബദ്ധം പറ്റുകയാണ് ഇവൻ എന്താ 5 സെൻറ്റ് കുറവുണ്ട് കണക്കാക്കേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഇതിൽ മറുപടി, ഞാൻ പണ്ടൊന്നും മറുപടി കൊടുക്കാറില്ല, ഇപ്പം ഞാൻ അതിന് ജസ്റ്റ് മറുപടി കൊടുക്കും. സഹോദര, നിങ്ങളുടെ ലൈഫേ വേസ്റ്റാണ്, പിന്നെ എന്തിനാണ് 5 മിനിറ്റിനെക്കുറിച്ച് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചത്? എൻ്റെ 5 മിനിറ്റ് പോയെന്ന് അവൻ പറയും. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കാണാൻ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാനും ഒരുത്തിന് നന്നാവരുത് എന്നുള്ളൊരു ചിന്തയുമാണ്. അതേപോലെ അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടത്, ഈ കല്യാണ മുടക്കികളുടെ കേസിലേക്ക് തിരിച്ചു വരും. അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആരാൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നു, ആരാൻ്റെ മോള് ഒളിച്ചോടിപ്പോയോ, ആരാൻ്റെ ഭാര്യ വീട്ടിലുണ്ടോ, ഭാര്യൻ്റെ കിടത്തി ആരൊക്കെ വരുന്നു, സ്വന്തം വീട്ടിൽ ഭാര്യ വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ, സ്വന്തം മോൾ ആരൊക്കെ കൂടെ പോകുന്നുള്ളൂ. ആദ്യം അവരെയൊക്കെ നന്നാക്കിയിട്ട് മതി നാട് നന്നാക്കാൻ നടക്കാൻ. ഈ വിഷയം സംസാരിച്ച് വരുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ കൃഷ്ണനും രാധയും എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് ഒരു സ്ത്രീ എൻ്റെ ഈ സിനിമ കണ്ടിട്ട് എന്നോട് ഒരു അഭിപ്രായം പറയണ്ടേ, നിങ്ങളുടെ സിനിമയിൽ ഒരു സീന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ജീവിതം ഓർമ്മ വന്നു. ഞാൻ പറഞ്ഞ എന്താണ് ആ സീൻ? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ മകളുടെ കല്യാണം അവരുടെ സഹോദരൻ മുടക്കിയിരുന്നു. എൻ്റെ കൃഷ്ണൻ രാധയിൽ അങ്ങനത്തെ ഒരു സീനുണ്ട്, അമ്മാവൻ മരുമകളുടെ കല്യാണം മുടക്കുന്നൊരു സീനുണ്ട്.
അത് ശരിക്കും ഡിറ്റോ എൻ്റെ ലൈഫിൽ അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരൻ അങ്ങനെ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവരുടെ ഈ കുടുംബസ്വത്ത് ഡിവൈഡ് ചെയ്ത സമയത്ത് ആങ്ങളേക്ക് അല്ലെങ്കിൽ സഹോദരിക്ക് കൊടുക്കണം എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിന് സഹോദരി പിടിച്ച് വാങ്ങിച്ചു. അപ്പോൾ ആ ദേഷ്യത്തിന് സഹോദരിയുടെ മോളുടെ കല്യാണം മുടക്കിയതാണ്. മുടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ കാരണം ആ പെൺകുട്ടി ഏതൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് പറഞ്ഞത്. ആ പെൺകുട്ടിക്ക് അങ്ങനത്തെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. സ്വന്തം സ്വത്ത് കിട്ടാത്തതിൻ്റെ ദേഷ്യം സ്വന്തം മാമൻ ആ പെൺകുട്ടിയുടെ കല്യാണം മുടക്കിക്കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. അതേപോലത്തെ അതിൻ്റെ വേറെ രീതിയിൽ നിങ്ങളുടെ സിനിമയിൽ ഈ സീന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. അതേപോലത്തെ ഡിറ്റോ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കല്യാണം മുടക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നാട്ടുകാർ തന്നെ മുടക്കണം എന്നൊന്നുമില്ല, സ്വന്തം വീട്ടുകാരും മുടക്കാറുണ്ട്. സോ ഇനിയെങ്കിലും ഈ കല്യാണം മുടക്കി എന്നുള്ള ആ അവസ്ഥ അവസാനിക്കണം. സ്വന്തം കാര്യത്തിൽ നോക്കുക. ഇവർക്ക് ജോലി ഇല്ലാത്ത പ്രശ്നം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. നിങ്ങൾക്ക് 2 സംവിധാനങ്ങളാണ്. ഒന്ന് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യൽ, എൻ്റെ ഫേസ്ബുക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒഫീഷ്യലിലേക്ക് ലൈക്ക് ചെയ്യൂ, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ carnival5555@gmail.com എൻ്റെ ഇമെയിലിലേക്ക് എഴുതിയാൽ മതി. തീർച്ചയായിട്ടും അതിന് മറുപടി ഞാൻ തരുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിഡിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്. തേൻമഴ ചാറി ആമ്പൽപ്പു ചൂടി മുല്ലമൊട്ടുകൾ പുഞ്ചിരി തൂകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. മഴത്തുള്ളികൾ മണ്ണിന് കുളിരായി പെയ്യും പോലെ, സ്നേഹമുത്തുകൾ മനസ്സിന് കുളിരായി പെയ്യും പോലെ, അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും, അകലുമ്പോൾ ഹൃദയത്തിൽ തീയായി പടരും, മനസ്സിന്റെ നൊമ്പരം തിരിച്ചറിയും. ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോൾ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി. പൂവിതൾ പോലെ സുന്ദരമല്ലേ ഈ പ്രണയം, ഇതൾ കൊഴിയുമ്പോൾ നൊമ്പരമല്ലേ ഈ വിരഹം, അലയടിക്കും കടലും പ്രണയിക്കും മനസ്സും, നീലാവിൻ തീരത്തെ നിറദീപം കാണാൻ സ്നേഹത്തിൻ മാലാകെ നീ വരണം. തേൻമഴ ചാറി ആമ്പൽപ്പു ചൂടി മുല്ലമൊട്ടുകൾ പുഞ്ചിരി തൂകി ഗാനകാവ്യഗൃഹ നായികയായി നീ വന്നപ്പോ ഞാൻ ഭാവനയറ്റ കവിയായി മാറി, ഭാവനയറ്റ കവിയായി മാറി.